മനസ്സിൽ ആദർശിനെ രക്ഷിക്കണമെന്നുള്ള ചിന്ത ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊപ്പം അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇന്ദുവിന്റെ വീട്ടിലേക്ക് ഹരിയേട്ടൻ പോയനെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആദർശിനെ രക്ഷിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി മീരയ്ക്കൊരു അപകടം പറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ എന്റെ മോൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒക്കെ ശരിയാ. മീരയ്ക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ആദർശ് രക്ഷപ്പെടണം. അതിനുവേണ്ടി ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മറക്കണ്ട. ഹരിയേശൻ വിഷമിക്കണ്ട. മീരയ്ക്കൊപ്പം എല്ലാത്തിനും ഞാനുണ്ടാവും. ആദർശേട്ടനെ രക്ഷിച്ച് മീരയുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെയും കൂടെ കടമയാണെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ചെയ്തത് തെറ്റായതുകൊണ്ടല്ല സൂരജ്, പക്ഷെ നിങ്ങൾ കുട്ടികളാണ്. ഇതിന്റെ പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ എടുത്തു ചാടിയാൽ അത് വലിയ അപകടമാവും. അതുകൊണ്ട് കൂടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നമ്മുടെ ഓഫീസിൽ വന്ന് എന്നോട് എതിർത്ത് സംസാരിക്കാൻ സൂരജ് ആരാ? അവൻ ആരാണ് അതിനുള്ള സ്വാതന്ത്ര്യ അധികാരം കൊടുത്തത്? അബി, നമ്മൾ ഒരാളോട് പെരുമാറുന്നത് ഏത് രീതിയിലാണോ അതിന്റെ പ്രതികരണമായാണ് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത്. സൂരജ് നിന്നോട് മോശമായി പെരുമാറിയെങ്കിൽ അതിനുള്ള കാരണം നിന്റെ വാക്കുകൾ തന്നെയായിരിക്കും. അത് ശരി, അവനൊക്കെ കൾച്ചർ ഇല്ലാതെ പെരുമാറിയതിനും കുറ്റം എനിക്കാണോ? ആന്റി പറയുന്നത് കേട്ടോ അമ്മേ? ഇതെന്ത് ന്യായമാണ്? ശരി, സൂരജ് എന്നെ പറഞ്ഞത് ഞാൻ സഹിച്ചു എന്ന് കരുതിക്കോ. പക്ഷേ മീരയുടെ കാര്യോ? അവൾ ഓഫീസിൽ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ തന്നെയാ ഞാൻ അവിടെ പോയത്. ഞാൻ ചെല്ലുമ്പോ അവിടെ മീര ഇല്ല. ഓഫീസിൽ പോകുന്നു പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ അവള് പോകുന്നത് അവൾക്ക് തോന്നിയ സ്ഥലത്തൊക്കെയാ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കണ്ട ആർക്കായാലും ഉത്തരവാദിത്വം കുറയും. കാരണം അവൾക്ക് പ്രത്യേകിച്ച് ഒന്നിനും മുടക്കൊന്നുമില്ലല്ലോ, നഷ്ടപ്പെടാനും ഒന്നുമില്ല. പിന്നെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യാന്ന് കരുതി കറങ്ങി നടക്കും. ഞാൻ പറയുന്നതിന് വേണ്ട ഗൗരവം കൊടുത്ത് തീരുമാനം എടുത്തില്ലെങ്കിൽ അധികം താമസിക്കാതെ ദേവ ബിൽഡേഴ്സ് ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാനുള്ള പേര് മാത്രമായി തകർന്നു പോവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. മീര അത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധവി എന്താ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? മീരയെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ മാധവി. മനുഷ്യരുടെ മനസ്സറിയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള മനുഷ്യരുടെ. അവർ ചിന്തിക്കുന്നതാവില്ല പറയുന്നത്, പറയുന്നതാവില്ല പ്രവർത്തിക്കുന്നത്. അതെ, തത്വം പറയാനും ആർക്കും മനസ്സിലാവാത്തതുപോലെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാവരെയും കയ്യിലെടുക്കാനും മീരയ്ക്ക് നല്ല മിടുക്ക. അങ്ങനെയാണല്ലോ അമ്മയും ആന്റിയൊക്കെ മീരയുടെ ഫാനായി മാറിയതും അവളെ ഈ വീട്ടിലെ മരുമകളാക്കിയതും. അതിനെന്താ അബി? ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു കുറ്റബോധവും ഇല്ല. മീര നല്ല കുട്ടിയാണെന്ന അഭിപ്രായത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവൾക്ക് എല്ലാവരെയും പറ്റിക്കാൻ നന്നായിട്ട് അറിയാന്ന്. ആദർശന് മീരയെന്ന് പറഞ്ഞാ അത്രയ്ക്ക് വിശ്വാസവും സ്നേഹമോ. അതുകൊണ്ടാണല്ലോ അവൻ കമ്പനിയുടെ അധികാരമല്ല അവളെ ഏൽപ്പിച്ചത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആദർശിനെ പോലെ ഒരാളെ ഇങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ അവൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്നോ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഭർത്താവിന് ഭാര്യയോട് സ്നേഹവും വിശ്വാസവും ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാ. അത് നേടിയെടുക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് തന്നെയാ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിഘ്നേഷ്, നീ പറയുന്നതെല്ലാം അനുസരിക്കുന്നില്ലേ? അതിനെ മറ്റുള്ളവർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനും നിന്നെ കുറ്റപ്പെടുത്താനും തുടങ്ങിയാ നിനക്കത് സഹിക്കാൻ പറ്റുമോ?
ദേ വരുന്നുണ്ട്. എന്തൊക്കെ തെറ്റുകൾ ചെയ്തു കൂട്ടിയാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. ഞാൻ എന്ത് തെറ്റാ അഭിചേച്ചി ചെയ്തേ? ഞാൻ വന്നപ്പോ നീ ഇന്ന് ഓഫീസിലുണ്ടായിരുന്നോ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ. ആദർശനെ രക്ഷിക്കാൻ, ഇന്ദുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കാനും എന്നാലാവുന്ന രീതിയിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് പറഞ്ഞ പിന്നെ ഇവിടെ ആർക്കും നിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ നാവടപ്പിക്കാൻ സാധിക്കുമല്ലോ. പക്ഷേ നീ എന്താണെന്നും നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ തട്ടിപ്പും തരികടയൊന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ ഇവരെ പറ്റിക്കാൻ പറഞ്ഞാ മതി. ഞാൻ ആരെയും പറ്റിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആദർശനെ രക്ഷിക്കണമെന്ന ഒരേ ഒരു കാര്യം എന്റെ മനസ്സിലുള്ളൂ. അതിനുവേണ്ടിയാ ഞാൻ അലയുന്നതും. നീ അലഞ്ഞിട്ട് എന്താ പ്രയോജനം? ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യോ ഇനി നീയായിട്ട് ചെയ്യാൻ പോകുന്നത്. നീ ചെന്ന് അന്വേഷിച്ച ഉടനെ ആരെങ്കിലും വന്ന് നിന്റെ അടുത്ത് സത്യം പറയോ? അതോ യഥാർത്ഥ കൊലപാതകൻ നിന്നെ കണ്ട് ഓടി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് സ്വയം കുറ്റം സമ്മതിക്കോ? പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു ലോജിക്ക് വേണ്ടേ? ഇവള് അടിമുടി ഉടായിപ്പാണെന്ന് ഞാൻ കുറെ തവണ പറഞ്ഞതാണ്. പക്ഷെ അന്നാരും വിശ്വസിച്ചില്ല. ഇനി അനുഭവിച്ചോ? അബി, നിർത്ത്. നിന്റെ സംസാരം അതിര് കടക്കുന്നു. മീര ഒന്നും തിരിച്ചു പറയുന്നില്ലെന്ന് കരുതി നീ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയരുത്. അത് വളരെ മോശമാ. മീരെ, മുറിയിലേക്ക് പൊയ്ക്കോ. ഇന്ന് കുറെ അലഞ്ഞതല്ലേ. ഒന്ന് ഫ്രഷ് ആക്. അപ്പൊ ക്ഷീണവും മാറും, ആശ്വാസവും കിട്ടും. ഓ, അത് കേൾക്കാൻ കാത്തു നിൽക്കായിരുന്നു അവള്. അബി, നിന്നോട് നിർത്താനാ പറഞ്ഞത്. നിർത്തി. ഞാൻ പറയുന്നതാണല്ലോ ഇവിടെ തെറ്റും കുറ്റം ആവുന്നത്. അമ്മ എന്ത് സംഭവിച്ചാലും വാ തുറക്കില്ലെന്ന് ഉറപ്പിച്ച് നിൽക്കുവാണോ? അവളെ ആന്റി സപ്പോർട്ട് ചെയ്ത് കൊമ്പത്തെടുത്ത് വച്ചിരിക്കോ? കണ്ടോ, ഒരു ദിവസം അവളുടെ തനി നിറ എല്ലാവർക്കും മനസ്സിലാവും. അന്ന് ഞാൻ ബാക്കി പറയാം. എല്ലാത്തിലും മീര ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. അഭി പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി. മീരയെ നമ്മളൊന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ അവൾ കൈവിട്ടു പോകും. നീ ഇങ്ങനെ മീരെ അറിയാത്തതുപോലെ സംസാരിക്കരുത് മാധവി. അത് ശരിയല്ല. എനിക്ക് പലതും തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അഭി പറയുന്ന സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ച ഒടുവിൽ ആദർശിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ലാതെ നിൽക്കേണ്ടി വരും. ചേച്ചി എപ്പോഴും മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് പലതും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ആ ചിന്തകൾ തിരുത്താൻ സമയമായി ചേച്ചി. ഇതിൽ ഇന്ദു ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുത്തിക്കുറിച്ച വാക്കുകളാ ഉള്ളത്. അതിൽ ഇന്ദുവിന്റെ മനസ്സുണ്ടാവുന്ന ഞാൻ കരുതുന്നത്. ഇന്ദുവിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും സൂചന കിട്ടണേ ഭഗവാനെ. ബാംഗ്ലൂരിൽ നിന്നും യാത്രയാകുന്നു. ഇവിടുത്തെ തിരക്ക് പിടിച്ച റോഡുകൾ വിരസമായിരുന്നെങ്കിലും ഹോസ്റ്റൽ മുറ്റത്ത് പല നിറങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഡാലിയ പൂക്കളും റോഡ് വക്കിലെ പാനിപൂരി കടകളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തു. MD-യുടെ ഭാര്യയാണെന്ന ജാടയൊന്നുമില്ലാതെ നല്ലൊരു സുഹൃത്തിനെ പോലെ പെരുമാറുന്ന മീരയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി.
പണ്ടെങ്ങോ നഷ്ടപ്പെട്ട ഒരു നല്ല കൂട്ടുകാരിയെ തിരിച്ചു കിട്ടിയ സന്തോഷം മീരയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. മോനെ, അമ്മേ, മീര വന്നില്ലേ? ഇല്ല, അവൾക്ക് തിരക്കല്ലേ. പോരാത്തതിന് കമ്പനിയുടെ കാര്യങ്ങളും നീ അവളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. ഞങ്ങളുടെ ഒപ്പം വരാതെ അവള് തനിയെ വന്ന് നിന്നെ കണ്ട് കമ്പനിയിലെ സൈനിങ് പവർ അടക്കം വാങ്ങിയിട്ട് പോയല്ലോ. അതിനിപ്പോ എന്താ? അതെല്ലാം ഞാൻ മീരയെ നിർബന്ധിച്ച് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളാണ്. അതൊക്കെ അവളുടെ അടവല്ലേ. നീ നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ നിനക്ക് തോന്നും. പക്ഷേ അതെല്ലാം അവള് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനുകളാണ്. അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റാതെ പോകുന്നതാണ് കഷ്ടം. അബി, ഇവിടെ ഒരു തർക്കത്തിന് വന്നതല്ല നമ്മൾ. ആദർശിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനും പെരുമാറാനും. അതിന് ഞാനെന്താ തെറ്റായിട്ട് പറഞ്ഞത്? മീരയെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് പോലും അവളുടെ ഐഡിയ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. എന്നിട്ടും അവൾ നമ്മുടെ വീട്ടിലെത്തി. ഇപ്പൊ കമ്പനിയുടെ തലപ്പത്തും ഇവൻ അവളെ എടുത്ത് പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഞാനൊന്നും പറയാതിരിക്കണോ? കമ്പനിയുടെ കാര്യങ്ങള് അമ്മയോട് നോക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. മോനെ, നീ ഈ അവസ്ഥയെ കിടക്കുമ്പോ എനിക്ക് സമാധാനമായിട്ട് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാൻ ചെയ്തത്. അമ്മയ്ക്ക് നോക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കമ്പനിയിലെ കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആരാ ഉള്ളത്? മീരയ്ക്ക് കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയുണ്ട്. അതിനപ്പുറം കഷ്ടപ്പെടാനുള്ള മനസ്സുമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മീരയെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ചെയ്തത്. മീര നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് ആയിരുന്ന ആളാ. അവക്ക് കമ്പനിയോട് എന്ത് കമ്മിറ്റ്മെന്റാ ഉണ്ടാവുക? നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന കമ്പനി ഒരു കുഴപ്പം ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ. അപ്പൊ നിനക്കും അമ്മയ്ക്കും പറ്റിയില്ലെങ്കിൽ അത് എന്നെയല്ലേ ഏൽപ്പിക്കേണ്ടത്? ഞാനും വിഘ്നേശ്വരനും കൂടി അത് നോക്കിയാൽ മതിയല്ലോ. വിഘ്നേഷിനെ ഏൽപ്പിച്ചിട്ട് എന്തിനാ? ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ച അതുപോലും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ അറിയാത്ത ആളാ വിഘ്നേഷ്. പിന്നെ നിനക്ക് കമ്പനിയെ കുറിച്ച് എന്തറിയാം? നമുക്ക് എത്ര ബ്രാഞ്ചും ഓഫീസും ഉണ്ടെന്ന് നിനക്കറിയോ? അതൊക്കെ എവിടെയാണെന്ന് അറിയോ? അതൊക്കെ ലിസ്റ്റ് നോക്കി അറിയാലോ. എന്തിനാ ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത്? സ്വന്തമാണെന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസുകൾ പോലും എവിടെയാണെന്ന് അറിയാത്ത നിന്നെ വിശ്വസിച്ച് എങ്ങനെയാ പിന്നെ ഞാൻ കമ്പനി ഏൽപ്പിക്കുന്നത്? പിന്നെ മീര പുറത്തുനിന്നുള്ള ആളൊന്നും അല്ല. മീര എന്റെ ഭാര്യയാ. നീ വിഘ്നേഷിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് മീരയും. അത് മനസ്സിലാക്കാതെ സംസാരിക്കരുത്. നീ ഇത്രയൊക്കെ മീരയെ കുറിച്ച് വിശ്വസിച്ച് പറയുന്നുണ്ടല്ലോ. അതനുസരിച്ച് മീര കമ്പനിയിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നാണോ നീ കരുതുന്നത്? അവൾ 24 മണിക്കൂറും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. എവിടെയാണ് പോകുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ആർക്കും അറിയില്ല. ഇങ്ങനെ പോയാലേ നീ തിരിച്ചു വരുമ്പോ അവിടെ കമ്പനിയും ഉണ്ടാവില്ല, ഓഫീസും ബ്രാഞ്ചും ഒന്നും ഉണ്ടാവില്ല. വേണ്ട ബി, വെറുതെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. നീ എന്താണെന്നും മീര എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അതും ഇതുമൊക്കെ പറഞ്ഞ് നീ മീരയെ ഒറ്റപ്പെടുത്തരുത്. ഇപ്പൊ തന്നെ അവൾ അവിടെ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവുന്ന നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കാരണം അവളല്ല, അവള് കാരണം ഞങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാന്ന് അമ്മ പറയട്ടെ. ഇത്തരം പ്രശ്നങ്ങൾ തീരുമാനം ഉണ്ടാക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോനെ ഒരു നോക്ക് കാണാനാ. ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം മോനെ. കമ്പനിയുടെ കാര്യത്തിൽ വെറുതെ ഇനി നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. കമ്പനി കൈവിട്ടു പോകാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇനി മുതൽ കമ്പനിയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അമ്മ നോക്കുമെങ്കിൽ പവർ ഓഫ് അറ്റോർണി മാറ്റി എഴുതാൻ ഞാൻ പറയാം.
അല്ലെങ്കിൽ അമ്മയെല്ലാം നോക്കിയിട്ട് മീരയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയാലും മതി. എന്തു വേണമെന്ന് അമ്മ തീരുമാനിച്ചോളൂ. ഇനിയൊന്നും മാറ്റി എഴുതാൻ നിൽക്കണ്ട. കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് മീരയെ കൊണ്ട് ഒപ്പിടിച്ചോളാം. മീരയും സൂരജും കൂടെ ഇന്ദുവിന്റെ വീട്ടിൽ പോയത് ശരിയായില്ലെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. മീര അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലോ? ആ അച്ഛനമ്മയുടെ കണ്ണിൽ മീര എന്ന് പറയുന്നത് അവരുടെ മകളെ കൊന്നവന്റെ ഭാര്യയാ. അപ്പൊ അവർ എങ്ങനെ പെരുമാറുമെന്ന് പറയാനൊന്നും സാധിക്കില്ല. എന്തായാലും റിസ്ക് ആയിരുന്നു. എൻ്റെ അഭിപ്രായം അതുതന്നെയാ. പക്ഷേ മീരമോൾ അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ല. അവൾ ഏത് വിധേനയും ആദർശനെ രക്ഷിക്കണമെന്ന ചിന്തയില്ല. അങ്ങനെ ചിന്തിക്കുന്നതിൽ മീര കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കണമെന്നേ ഏത് ഭാര്യയും ചിന്തിക്കൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മനോജെ? ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കുക. ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അതൊക്കെ ശരിയാ. പക്ഷെ അതെങ്ങനെ? ഇതൊരു നിസ്സാര കേസല്ല, കൊലക്കുറ്റമാ. തെളിവുകളെല്ലാം ആദർശിനെതിരും. അതാണ് നമുക്ക് മുന്നിലുള്ള പ്രതിസന്ധി. പക്ഷെ നമ്മൾ ഈ പ്രതിസന്ധി മറികടന്നേ മതിയാവൂ. അത് ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മീരമോളുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയാ. അതെ, ഇനിയും ഇതുപോലെ മുന്നും പിന്നും നോക്കാതെ മീര അന്വേഷിച്ചിറങ്ങിയാൽ അത് വലിയ അപകടമാവും. ഈ കേസിൽ ആദർശനെ കുരുക്കിയ ആദർശന്റെ ശത്രുക്കൾ മീരയെ ഉപദ്രവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. എനിക്ക് മനസ്സിലാവും ഹരി. നമുക്കെന്തായാലും കഴിവും വിധം ശ്രമിക്കാം. എങ്ങനെ? നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കും മനോജെ? ആദർശന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്നോ ആദർശന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. അതാണ് പ്രശ്നം. ശൂന്യതയിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. മുന്നിൽ ഒരു വഴിയുമില്ല. പക്ഷേ നമ്മൾ തോൽക്കില്ല ഹരി. മീരയ്ക്ക് വേണ്ടി നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിക്കും. നല്ലതെന്ന് കരുതി ചെയ്തു വെച്ചത് വലിയൊരു തെറ്റായി പോയോ എന്നതാണ് എൻ്റെ വിഷമം. വീടും ക്ഷേത്രവും മാത്രമായി സന്തോഷമായി കഴിഞ്ഞവളാ എൻ്റെ മോള്. അവളെ ഈ പ്രതിസന്ധികളുടെ നടുവിലേക്ക് ഞാൻ തള്ളിവിടുന്ന പോലെ ആയല്ലോ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ ഹരി കാര്യം? ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. അങ്ങനെ വരുന്നവർക്കേ വിജയം ഉണ്ടാവൂ. എന്തായാലും സൂരജിന്റെ മാറ്റം വളരെ നല്ല കാര്യമായി. മീരയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായത്തിന് സഹോദരനായിട്ട് അവൻ കൂടെ നിന്നല്ലോ. സൂരജിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് മനോജ് പറഞ്ഞത് ശരിയാ. ഞാനും അത് തീരെ പ്രതീക്ഷിച്ചല്ല. സൂരജ് മീരമോൾക്ക് സഹായമായി നിൽക്കണമെന്നുള്ള സമീപനമാണ് ബീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഓഫീസിൽ ചെന്നപ്പോൾ സൂരജിനുണ്ടായ മോശമായ അനുഭവം അവർക്ക് രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ബീന സൂരജിനെ മീരയ്ക്കൊപ്പം വിടാൻ സാധ്യത കുറവാ. അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തു പറഞ്ഞാലും സൂരജ് മീരയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരു വലിയ സഹായം തന്നെയായിരുന്നു. അതെ, ഈ കാര്യങ്ങളെല്ലാം കൂടിയാ എൻ്റെ സമാധാനം കളയുന്നത്. ആദർശിന്റെ വീട്ടുകാർക്ക് നല്ല ബന്ധങ്ങളും പിടിപാടും എല്ലാം ഉണ്ട്. ആവശ്യത്തിലധികം പണവും ഉണ്ട്. എന്നിട്ടും ആദർശിനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ആദർശിന് ഈ കേസിൽ കുടുക്കിയവര് ചില്ലറക്കാരല്ലെന്നല്ലേ? അങ്ങനെയുള്ളവരോട് മീര യുദ്ധത്തിനിറങ്ങിയാൽ എന്താവും സ്ഥിതി? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ സമാധാനം കിട്ടില്ല ഹരി. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതെങ്ങനെയാ മനോജെ? എന്തെങ്കിലും ഒരു മാർഗം മുമ്പിൽ വേണ്ടേ? നമുക്ക് ഏതായാലും CA ആയിട്ടൊന്ന് സംസാരിക്കാം. കേസിന്റെ കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാവണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. അതിന് മേലുദ്യോഗസ്ഥൻ കൂടി മനസ്സ് കാണിക്കണ്ടേ? അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇല്ല ഹരി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരിക്കലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല. ആദർശിന്റെ മറവിൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടെത്തണം. CA നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നതന്നെ വിശ്വസിക്കാം, അല്ലേ മനോജെ? അതെ,
കൃഷ്ണഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തിയാണ് നമ്മുടെ മീരമോള്. അവളെ ഭഗവാൻ വേദനിപ്പിക്കില്ല. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന മീരയ്ക്കും ആദർശനോടൊപ്പം ഇല്ലേ? ആദർശിന്റെ കാര്യം അറിഞ്ഞതു മുതൽ അമ്മ പ്രാർത്ഥനയില്ല. ആ പ്രാർത്ഥനയൊക്കെ ഭഗവാൻ കേൾക്കാതിരിക്കുമോ? എന്റെ മോൾക്ക് സമാധാനമുള്ളൊരു ജീവിതം കിട്ടാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഈ പോലീസുകാർക്കൊരു പ്രതിയാണ് ആവശ്യമെങ്കിൽ ആദർശിന്റെ മേൽ ചുമത്തിയ കുറ്റം പോലും ഏൽക്കാൻ ഞാൻ തയ്യാറാ. എന്തൊക്കെ മണ്ടത്തരം ഹരി പറയുന്നത്? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഹരി വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നമുക്ക് സിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് മതി ബാക്കി.